അവ്യക്ത സന്ദേശം. ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. ഇന്ന് പോയപ്പോൾ തന്നെ ബാബയുടെ മുന്നിൽ ഭോഗ് വച്ച ശേഷം എല്ലാ സഹോദരീ സഹോദരന്മാരുടെ വിശേഷ ഓർമ്മകൾ നൽകി. ബാബയോട് പറഞ്ഞു, വിശേഷിച്ച് നിമിത്ത സഹോദരിമാർ, ടീച്ചേഴ്സ് സഹോദരിമാർ ഭട്ടിയിൽ വന്നിരിക്കുകയാണ്. ഇത്രയും കേട്ടപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി, വിശേഷിച്ച് കുട്ടിയുടെ പരാതികളും ഉണ്ടാകുന്നു, ഓർമ്മയും നടക്കുന്നു. തൻ്റെ ഭക്തരുടെ മനോകാമനകളും പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആരെങ്കിലും രോഗാവസ്ഥയിൽ ആവുകയാണെങ്കിലും അപേക്ഷ നൽകുന്നു. ഇങ്ങനെ കുട്ടികളുടെ അനേകം പ്രകാരത്തിലുള്ള പരാതികളും ഓർമ്മകളും അപേക്ഷകളും ബാബയുടെ അടുക്കൽ വചനത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ബാബ പറഞ്ഞു, ബാബയോടൊപ്പം കുട്ടികളുമുണ്ട്. ബാബ ഒറ്റയ്ക്കല്ല സ്ഥാപനയുടെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളും കൂടെയുണ്ട്, സഹായികളാണ്. ബാബ പറഞ്ഞു, ലോകത്തിൻ്റെ സമയവും പ്രകൃതിയുടെ സമയവും പരിതസ്ഥിതികളുടെ സമയവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാബ നിമിത്ത ടീച്ചേഴ്സിനെ പ്രതി പറഞ്ഞു, ഇങ്ങനെയുള്ള സമയത്ത് ശിവശക്തികളായ നിങ്ങൾ ലോകത്തിൽ ഭക്തിയിലും പൂജിക്കപ്പെടുന്നു, ദേവിമാരുടെ രൂപത്തിൽ. ബാബ പറഞ്ഞു, സെൻറ്ററിലും ഏതെങ്കിലും പരിതസ്ഥിതി വരികയാണെങ്കിൽ, സമയമനുസരിച്ച് ഏതെങ്കിലും കാര്യം വരികയാണെങ്കിൽ, അങ്ങനെയുള്ള സമയത്ത് വിശേഷിച്ച് ബാബയുടെ വരദാനി ഹസ്തം ബാബ ശക്തികളുടെ മേൽ വിശേഷ രൂപത്തിൽ വച്ചിട്ടുണ്ട്. ആ സ്വരൂപത്തെ മുന്നിൽ വയ്ക്കുകയാണെങ്കിൽ ലോകത്തിലെ പരിതസ്ഥിതികളും കാര്യങ്ങളും എന്താണോ അവ സമാപ്തമാകും. കാരണം ബാബ കേവലം ഒറ്റയ്ക്കല്ല വിശ്വമംഗളത്തിൻ്റെ കാര്യം ചെയ്യുന്നത്. കുട്ടികളായ നിങ്ങളും ബാബയുടെ സഹായികളാണ്. അപ്പോൾ ബാബ പറഞ്ഞു, എപ്പോഴാണോ ഉള്ളിൽ ഇങ്ങനെ ഓരോ കുട്ടിയും മനസ്സിലാക്കുന്നത്, എനിക്ക് ഈ കാര്യം ചെയ്യണം, ഇത് എൻ്റെ കാര്യമല്ല, ഈ സേവനം എൻ്റേതല്ല എന്നത് പാടില്ല. ഇപ്രകാരത്തിലുള്ള സങ്കല്പം മനസ്സിൽ വരുമ്പോൾ എൻ്റേത് എൻ്റേത് എന്ന ഭാവനകൾ കുട്ടികളുടെ മുന്നിൽ പ്രകടമാകുന്നു. അത് പിന്നെ മായയുടെ രൂപമായി മാറുന്നു. ബാബ പറഞ്ഞു, കുട്ടികളായ നിങ്ങൾ നിമിത്തമാണ്. ശക്തികളായാലും പാണ്ഡവരായാലും എല്ലാവരും ഒത്തുചേർന്ന് എല്ലാവരെയും ഒരുമിപ്പിച്ച് ഈ യജ്ഞത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൻ്റെ കാര്യം ബാബ തീർച്ചയായും ഉണ്ട്. എങ്കിൽ തന്നെയും നിമിത്തമായ കുട്ടികളും ഒപ്പം ഒത്തുചേർന്ന് ചെയ്യുകയാണെങ്കിൽ അതിൽ വളരെയധികം സഫലത കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, പ്രകൃതിയുടെ കളി ലോകത്തിലെ കുട്ടികളുടെ മുന്നിലുമുണ്ട്. ബ്രാഹ്മണ കുട്ടികളായ നിങ്ങളുടെ മുന്നിലും പ്രകൃതിയുടെയും ലോകത്തിൻ്റെയും കളികൾ വരുന്നു. എന്നാൽ ബ്രാഹ്മണ കുട്ടികളായ നിങ്ങൾ ബാബയെ, ബാബയുടെ സ്വരൂപത്തെ മുന്നിൽ വച്ചുകൊണ്ട് ആ കാര്യത്തിൽ സമ്പന്നവും ശരിയാക്കിയും വയ്ക്കണം. ബാബ ഇപ്രകാരം കേൾപ്പിക്കുകയായിരുന്നു. ബാബയുടെ മുന്നിൽ ബാബയുടെ പല കുട്ടികളുടെയും വിശേഷ ഓർമ്മകൾ നൽകി. ബാബ വളരെ സ്നേഹത്തോടെ ഭോഗം സ്വീകരിച്ചു. ബാബ പറഞ്ഞു, ഈ മാസവും വിശേഷിച്ച് ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെയും ബാബയുടെ ഓർമ്മ വരുത്തുന്നതിൻ്റെയും അത് ഈ ലോകത്തിലെ ഭക്തരുടെയും മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെയും മുന്നിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭക്തരായ കുട്ടികൾ എത്ര പ്രയത്നിക്കുന്നു. വെയിലിലും തണലിലും നടന്ന്
തൻ്റെ ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു. കുട്ടികളായ നിങ്ങളും ബാബയുടെ ഓർമ്മയിലൂടെ, സ്മൃതിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ബാബ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ വളരെ സ്നേഹത്തോടെ ഭോഗം സ്വീകരിച്ചു. പിന്നെ ബാബ എല്ലാവർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. സർവർക്കും വേണ്ടിയുള്ള ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു.